ഹലോ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളുടെ സ്പെയിനിലെ വലൻസിയയിലാണ്. വലൻസിയയിൽ ഒരു പേ പാർക്കിങ്ങിലാണുള്ളത്. പേ പാർക്കിങ്ങിൻ്റെ വ്യൂ ആട്ടോ ഇതൊക്കെ. അവിടെ കുറച്ച് ആൾക്കാർ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ എന്താ പാർക്കിങ് കയറിയപ്പോൾ തന്നെ ഈ ഒരു മുതലിനെ കണ്ടിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കാൻ വിചാരിച്ച്. അത് വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കുന്നപ്പോഴാണ് ആൾ ഫുള്ള് CCTV നിരീക്ഷണത്തിലാണ്. ഇങ്ങനെ വീഡിയോ എടുത്താൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടും. അപ്പോൾ അങ്ങനെ പാർക്കിങ്ങിൻ്റെ ഓഫീസിലൊക്കെ പോയി അത് ഉള്ളിലൊക്കെ ഒന്ന് കയറി നോക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ അത് സമ്മതിച്ചില്ല കേട്ടോ. പിന്നെ വീഡിയോ എടുക്കാനാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൺവിൻസ് ചെയ്തപ്പോൾ ഒരു ആളും കൂടെ വന്നിട്ട് സമ്മതിച്ചു. ആൾക്ക് പിന്നെ വീഡിയോയിലൊന്നും വരാൻ താല്പര്യമില്ലാത്തതിനോട് കേട്ടോ അവിടെ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത. ഇതാണ് മുതൽ എന്തായാലും ആ പഴയ ഗ്ലാസ് ലുക്ക്. ഡ്രൈവർമാർക്കുള്ള വിസിബിലിറ്റിക്ക് വേണ്ടി ഫുള്ളും ഗ്ലാസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ, ഫുൾ സൈഡും. ഇപ്പം ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ ഒരു കാലത്ത് ഇംഗ്ലണ്ടിലെ ലണ്ടൻ നഗരത്തിലെ റോഡിൽ രാജാവായി വാണിരുന്നൊരു കാലം ഇവനുണ്ടായിരുന്നു കേട്ടോ. അന്നുണ്ടായിരുന്ന ബസ്സിലെ ബോർഡും കാര്യങ്ങളൊക്കെ എപ്പോഴും ഇതിന്മേൽ തന്നെ കാണട്ടെ നമുക്ക്. ഓക്സ്ഫോർഡ് സ്ട്രീറ്റ്, ഹൈഡ് പാർക്ക് കോർണർ എന്നൊക്കെ പറഞ്ഞ ബോർഡ് ഇപ്പോൾ കഴിയുമ്പോൾ തന്നെ ഉണ്ട്. അപ്പോൾ പഴയ ബോർഡും കാര്യങ്ങളൊന്നും ഒഴിവാക്കിയില്ല. അപ്പോൾ ഈ കാണുന്നതാട്ടോ ഡ്രൈവർ ക്യാബിന്. ഇവിടുന്ന് ഡ്രൈവർ കയറാൻ വേണ്ടി സെപ്പറേറ്റ് ഡോറും കാര്യങ്ങളൊക്കെയാണ്. യാത്രക്കാരുടെ ഇടയിൽ കൂടെ ഡ്രൈവർ ക്യാബിനിലേക്ക് കയറാൻ കഴിയും. ആൾ 964 മോഡലാണെങ്കിലും ഇപ്പോഴും റണ്ണിങ് കണ്ടീഷനാണെന്ന് കേട്ടോ പറഞ്ഞ്. ഇപ്പോൾ ഉള്ളത് വലൻസിയയിലൊരു പാർക്കിങ്ങിനാണ്. ഇവിടെ തന്നെ ഉള്ളൊരു ഇംഗ്ലീഷ് ടവർ എന്ന് പറഞ്ഞ ലാംഗ്വേജ് ലേണിംഗ് സെൻറ്ററിൻ്റെ ഒരു മൊബൈൽ ക്ലാസ് റൂം ആയിട്ടാണ് കേട്ടോ ഇത് ഉപയോഗിക്കുന്നത്. അങ്ങനത്തെ ഈ കാണുന്നതാണ് കേട്ടോ പിന്നെ യാത്രക്കാരൊക്കെ കയറുന്ന സ്റ്റെപ്പും കാര്യങ്ങളൊന്നുമില്ല, ഒരു ഫ്ലാറ്റായിട്ട് കിടക്കുകയാണ്. അത് ആൾക്കാരുടെ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. 69 ആൾക്കാർക്ക് യാത്ര ചെയ്യാം. ലോവർ ലെവലിൽ ഏകദേശം 29 ആൾക്കാർക്ക് ഇരിക്കാൻ സൗകര്യമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 5 ആൾക്ക് നിൽക്കാനും കപ്പാസിറ്റി ഉള്ളതാണ്. ഈ കാണുന്നതാണ് ആ പഴയ സീറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അതുപോലെ നിലനിർത്തിയാണ് കേട്ടോ. ഈ കാണുന്നതാണ് ഈ ബസ്സിൻ്റെ ഹീറ്ററിൻ്റെ ലിവർ കേട്ടോ. അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ലിവറാണ്. ആൾക്ക് നല്ല പഴക്കമുണ്ടെങ്കിലും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ബസ്സിൽ. അങ്ങനെ നമുക്ക് താഴത്തെ കാഴ്ച കണ്ടു കഴിഞ്ഞ് മുകളിലേക്കൊന്ന് പോയി നോക്കും. മുകളിലത്തെ വ്യൂടി നമുക്ക് കാണണമല്ലോ. അപ്പോൾ ഈ കാണുന്നതാണ് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ നമ്മൾ മുകളിൽ കയറിയപ്പോൾ താഴത്ത് അതുപോലെ തന്നെ സീറ്റുകളും കാര്യങ്ങളൊക്കെ കേട്ടോ. മുകളിലത്തെ നിലയിലാണെങ്കിൽ 36 ആൾക്ക് ഇരിക്കാനും സൗകര്യമുണ്ട് കേട്ടോ. അത്രയും സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഉള്ളിലെ കളറും കാര്യങ്ങളൊക്കെ കാണാൻ നമ്മൾ പഴയ KSRTCൻ്റെ കളറാണെങ്കിലും ഗ്ലാസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സെറ്റപ്പിലാണ് കേട്ടോ ആളുകൾ. മുകളിലത്തെ നിലയിൽ നിന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ആയിരിക്കും. ഇത്രയും ഹൈറ്റിലിരുന്ന് യാത്രയല്ലേ. എന്തായാലും നമുക്ക് ഇങ്ങനത്തെ ബസ്സിലിരുന്നായിട്ടുള്ള യാത്ര ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിച്ച് നമ്മളും ആ ബസ്സിലൊക്കെ ഒന്ന് ഇരുന്ന് കേട്ടോ. പിന്നെ ഇതുപോലത്തെ വീഡിയോ ആയി വീണ്ടും കാണാം. ബായ്.